അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാ. ഇസ്തിഗാസ സംബന്ധിച്ച് സലഫികളും ബറേൽവികളും അല്ലെങ്കിൽ സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലുള്ള വിഷയം എന്താണ്, അല്ലെങ്കിൽ ആ തർക്കത്തിൻ്റെ മർമ്മം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം ചർച്ചയിൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി അതിൻ്റെ അനുബന്ധമായി മറ്റു ചില കാര്യങ്ങൾ, അതായത് സലഫികൾ പൂർണ്ണമായി അംഗീകരിക്കുന്നവരല്ലാത്ത തവസ്സുൽ പോലുള്ള വിഷയത്തിൽ വിശാലത കാണിച്ച് വ്യതിയാനത്തിൻ്റെ വഴികളിലേക്ക്, ഒരു പക്ഷേ ശിർക്കിലേക്ക് പോലും പോകാൻ കാരണമാകുന്ന ചിന്തകളിലേക്ക് ബഹുജനങ്ങളെ കൊണ്ടുവന്ന ചില ഇമാമുകളുണ്ട്. അതിലൊരാളാണ് ഇമാം തൂഫി. പക്ഷേ അദ്ദേഹം പോലും മരണപ്പെട്ടവരോട് നേരിട്ട് ഇസ്തിഗാസ ചെയ്യുന്നത് ഷിർക്കാണ് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഷിർക്കാകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എപ്പോഴാണ് ഇസ്തിഗാസ ഷിർക്കാകുന്നത്, എപ്പോഴാണ് ഇസ്തിഗാസ ഇബാദത്താകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇമാം തൂഫി സലഫികൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനോ ഇമാമോ അല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ വിശ്വാസം എന്താണ്? സമസ്തക്കാരുടെ വിശ്വാസം ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ തുറന്നു പറയാൻ അവർ തയ്യാറാകണം. അതായത് അമ്പിയ ഔലിയാക്കളെ വിളിച്ചു തേടിയാൽ, അവരോട് ഇസ്തിഗാസ ചെയ്താൽ, അവർ അത് എവിടുന്ന് ഏതു ഭാഷയിൽ എത്രായിരം ആളുകൾ വിളിച്ചാലും അതൊക്കെ മനസ്സിലാക്കാൻ ആദ്യം അവർക്ക് കഴിയണം. അവർ മരണപ്പെട്ടവരാണെങ്കിലും എത്ര വിദൂര ദിക്റുള്ളവരാണെങ്കിലും വലിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ നബി ആയതുകൊണ്ട് അവർക്ക് എല്ലാവരും വിളിക്കുന്നതും വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഉത്തരം നൽകാൻ കഴിയണം. ഖുർആൻ പറഞ്ഞതോ അള്ളാഹു അല്ലാതെ ആരെ വിളിച്ചാലും, അതിൽ അംബിയായിനെയും ഔലിയായിനെയും മാറ്റിയിട്ടില്ല. ആരെ വിളിച്ചാലും ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്നാണ്. അതേപോലെ ഫലാ യംലികൂന കശ്ഫൽ ഉരിയൻകും വലാ തഹ്വീല. അതായത് നിങ്ങൾ ആരെ വിളിച്ചാലും, നബിയാണെങ്കിലും ശരി, വലിയാണെങ്കിലും ശരി, വിഗ്രഹമാണെങ്കിലും ശരി, വിഗ്രഹം എന്ന് പറഞ്ഞാലും അതിനെ പ്രതിനിധീകരിക്കുന്നത് ഈ അക്കാബിർ തന്നെയാണ് എന്ന് ഇമാം റാസി റഹ്മഹുള്ളയെ പോലുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മഹാന്മാരെ തന്നെയാണ് ആത്യന്തികമായി ഏത് മുശ്രിക്കും വിളിക്കുന്നത്. അപ്പൊ ആ വിളിക്കുന്നത് ആരെയാണെങ്കിലും ശരി, വിളിച്ചാൽ അവർ കേൾക്കില്ല, കേട്ടാലും ഉത്തരം ചെയ്യില്ല. എന്നാൽ അമ്പിയ ഔലിയാക്കൾക്ക് അസാധാരണ കഴിവുകളുണ്ടെന്നും അതുകൊണ്ട് വിളി അവർ കേൾക്കുമെന്നും അവർ ഉത്തരം ചെയ്യുമെന്നുമാണ് ബറേൽവികൾ പഠിപ്പിക്കുന്നത്, സമസ്തക്കാർ പഠിപ്പിക്കുന്നത്, ഷിയകൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കാൻ അവരുടെ തൊള്ളയും ദുർവ്യാഖ്യാനങ്ങളും കെട്ടുകഥകളും ദുർബലമായ റിപ്പോർട്ടുകളും കച്ചിത്തുരുമ്പുകളും അല്ലാതെ പ്രാമാണികമായി യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു ഹദീസ് എന്ന് പോലും പറയാൻ കൊള്ളാത്ത ഒരു സംഗതി, സ്വഹീഹാണെങ്കിൽ പോലും ഏതോ ഒരു കാട്ടറബി പിൽക്കാലത്ത് ചെയ്ത ഒരു തെറ്റായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെയും കൂട്ടി ഖബറിങ്കൽ ചെന്ന് അവിടെ കുമ്പിടുകയും എന്നിട്ട് ഖബറാളിയോട് വിളിച്ചു തേടുകയും അല്ലേ ചെയ്യേണ്ടത്? പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴ കിട്ടാൻ വേണ്ടി നിർവഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതായത് ജീവിച്ചിരിപ്പുള്ള കാലത്ത് നബിയെ ഇമാമത്ത് നിർത്തി അവർ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ചിരുന്നുവെങ്കിൽ നബി മരണപ്പെട്ടപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇമാമ നിർത്തി. ഞങ്ങൾ നബി ഉള്ള കാലത്ത് നബിയാണ് ഞങ്ങൾ മുന്നിൽ നിർത്തിയിരുന്നത്, മനസ്സിലായില്ലേ? കുന്ന നതവസ്സലു ബി നബിയിന, ഞങ്ങൾ നബിയെ മുന്നിൽ നിർത്തിയാണ് നിസ്കരിച്ചത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഞങ്ങൾ ഇതാ മുന്നിൽ നിർത്തിയിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കുന്നു എന്നാണ് ഉമർ ബിൻ ഖത്താബ് തീരുമാനിച്ചത്. അപ്പം മഴയ്ക്ക് വേണ്ടി സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന സുന്നത്ത് നിർവഹിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ഇവർ ഉമർ ബിൻ ഖത്താബ് മഴയ്ക്ക് വേണ്ടി നബിയോട് തേടുകയായിരുന്നു എന്ന കളവ് പ്രചരിപ്പിക്കുന്നത്. അതും ഒരു വ്യാജ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇവിടെ നമ്മൾ പലപ്പോഴും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരി, നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ നേരിട്ട് കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ അമ്പിയ ഔലിയാക്കളെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ഇത്തരം മുഖാമുഖങ്ങളിൽ മുസ്ലിയാക്കന്മാർക്ക് അർദ്ധമനസ്സോടെ സമ്മതിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതാദ്യം ശരിയാകട്ടെ. തവസ്സുലിന്റെ വിഷയത്തിലേക്ക് നമുക്ക് രണ്ടാമത് കിടക്കാം. ഇസ്തിഗാസ പൂർത്തിയായിട്ടാണല്ലോ തവസ്സുലേക്ക് പോകേണ്ടത്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസയെ പോലെയല്ല. തവസ്സുലിൽ ഹലാലായതുണ്ട്, അനുവദനീയമായതുണ്ട്, സുന്നത്തായതുണ്ട്, വാജിബായതുണ്ട്. എന്നാൽ തവസ്സുലിൽ ഹറാമായതുമുണ്ട്. ഇസ്തിഗാസയെ ഒരു തവസ്സുലായിട്ട് എടുക്കുമ്പോൾ, അമ്പിയ ഔലിയാക്കളുടെ ഇസ്തിഗാസയെ ഒരു തവസ്സുലായിട്ട് എടുക്കുമ്പോൾ അത് ഹറാമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചർച്ച. നേരിട്ട് അമ്പിയ ഔലിയാക്കൾ കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിൽ, കേൾക്കില്ല ഉത്തരം ചെയ്യില്ല എന്ന വിശ്വാസത്തിലാണോ വിളിക്കുന്നത്? അമ്പിയ ഔലിയാക്കളെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും എന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്ന ദുർന്യായം പറയുന്ന മുസ്ലിയാക്കന്മാർ പിന്നെ അബൂജഹലിന് എന്തായിരുന്നു കുഴപ്പം എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. അബൂജഹൽ ലാത്തിനെ വിളിക്കുമ്പോഴും മനാത്തിനെ വിളിക്കുമ്പോഴും ആ ലാത്ത് അല്ലെങ്കിൽ മനാത്ത് അത് കേട്ട് ഉത്തരം ചെയ്ത് നടപ്പാക്കി തരും എന്നല്ല അവർ വിശ്വസിച്ചത്. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ അവർക്ക് വലിയ കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്.
അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ മാത്രം ഉയർന്ന പദവിയിലെത്തിയവരാണവർ. അതുകൊണ്ട് വിളിച്ചാൽ ഈ സമസ്തക്കാർ വിശ്വസിക്കുന്നത് പോലെ അവർ കേൾക്കും, ഉത്തരം ചെയ്യും. എങ്ങനെ ഉത്തരം ചെയ്യും? നേരിട്ട് ഉത്തരം ചെയ്യല്ല, സ്വയം കഴിവുകൊണ്ട് സഹായിക്കുകയല്ല, അള്ളാഹുവിന് പകരം മറ്റൊരു ഇലാഹായി നിൽക്കുകയല്ല, മറിച്ച് റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും. വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. അതുകൊണ്ടാണ് അവർ ഈ ഇസ്തിഗാസ കൊടുത്തതിന് ഇബാദത്ത് എന്ന് പറഞ്ഞു. അവർ ലാത്തിനെയും മനാത്തിനെയും വിളിക്കുകയാണ് ചെയ്തത്. ആ വിളിയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഒരു അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ വിളിക്കുന്നില്ല, അഥവാ ഇബാദത്ത് ചെയ്യുന്നില്ല. വിളി ഇബാദത്താണ്. ഇസ്തിഗാസ ഇബാദത്തായത് എങ്ങനെ? റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് ലാത്തിനും മനാത്തിനും കൊടുത്തു. അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് കൊടുത്തു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കൊടുത്തു. അപ്പൊ എന്തായി മാറി? മക്കാ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിലെ ഷിർക്കായി മാറി എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ ഷിർക്കൻ പ്രവർത്തനം അവർ ചെയ്തു എന്നുള്ള അതേ കാരണം കൊണ്ടാണ് സമസ്തക്കാരുടെ വിശ്വാസവും തുല്യമായി നിൽക്കുന്നതിനാൽ അതും ഷിർക്കാണ് എന്ന് സലഫികൾ പറയുന്നത്. അത് ഷിയാക്കളെ സംബന്ധിച്ച് നേരത്തെ ഇമാം റാസി പറഞ്ഞിട്ടുള്ളതാണ്. ഖബറിനെ താളീം ചെയ്യുമ്പോൾ ഖബറാളി റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും എന്ന വിശ്വാസത്തിൽ റബ്ബിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ ഈ ഖബറാളിയോട് തേടിക്കൊണ്ട് അദ്ദേഹത്തെ താളീം ചെയ്യുന്ന സമയത്ത് മക്കാ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ താളീം ചെയ്ത് ആ വിഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന അക്കാബിർ അല്ലെങ്കിൽ മഹാന്മാർ റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിന് തത്തുല്യമായ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് ഇമാം റാസി റഹ്മഹുല്ലയെ പോലെ ഉള്ള മുഫസ്സിറുകൾ പറഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ സമസ്തക്കാർക്ക് തള്ളാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, നമുക്ക് പ്രമാണം എന്നുള്ള നിലക്കല്ല. മാത്രവുമല്ല, ഇവർ പ്രാമാണികമായിട്ടാണ് ഈ വിഷയം ഇവിടെ പറയുന്നത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇനി ഇമാം തൂഫി റഹ്മഹുല്ല വാചകത്തിലേക്ക് വരാം. അദ്ദേഹം ഇമാം ജസരിയെ ഉദ്ധരിച്ചുകൊണ്ട് സലഫികളുടെ വാദമാണ് ആദ്യം കൊടുക്കുന്നത്. ഇത് സലഫികളുടെ വാദമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. അഹ്ലുസുന്നയുടെ വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും വിശ്വാസമാണ് ആദ്യം ഇമാം തൂഫി കൊടുക്കുന്നത്. അത് സലഫികളുടെ വിശ്വാസം എന്നുള്ള നിലക്ക് എടുത്തു കൊടുക്കുകയാണ്. എന്താ? വനഹനു ഇന്നമാ നംനഉ മിനൽ ഇസ്തിഗാസത്തി ബിൽ മഖ്ലൂഖി. ഒരു സൃഷ്ടിയോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ നാം തീർച്ചയായും തടയുന്നു. അപ്പം നമ്മൾ ഒരു സൃഷ്ടിയോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ തടയുക മാത്രമാണ് ചെയ്യുന്നത്. ഏത് വിഷയത്തിലുള്ള ഇസ്തിഗാസ? എല്ലാ ഇസ്തിഗാസയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസ. തർക്കത്തിലുള്ള ഇസ്തിഗാസ എന്താണ്? അതായത് ഇബാദത്താകുന്ന ഇസ്തിഗാസ ഏതാണ്? സൃഷ്ടികൾക്ക് കൊടുക്കുമ്പോൾ ശിർക്കാകുന്ന ഇസ്തിഗാസ ഏതാണ്? അതാണ് സലഫികൾ പറയുന്നത്. എന്ത്? ഫീമാ യഖ്തസ്സു ബില്ലാ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ അങ്ങനെ ഒന്നുണ്ട് എന്നാണ് ഇവിടെ ഇമാം തൂഫി അംഗീകരിക്കുന്നത്. ഇത് സലഫികളെ തന്നെയാണ് ഈ വിഷയത്തിൽ ഉദ്ധരിച്ചത്. സലഫികൾ പറയുന്ന ഈ വിഷയം അദ്ദേഹം എടുത്തുകൊടുത്ത് അംഗീകരിക്കുന്ന ഭാഗമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? പുസ്തകം മുസ്ലിയാർ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഫോട്ടോ കോപ്പി ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ആ പുസ്തകത്തിന്റെ ഈ പേജ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, കോപ്പി എടുത്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹുവിനോട് മാത്രം ചോദിക്കൽ പ്രത്യേകമായ ഇസ്തിഗാസ ഏതാണോ അതാണ് ഇബാദത്ത്. അത് സൃഷ്ടികൾക്ക് കൊടുത്താൽ ശിർക്ക്. ഇപ്പൊ എങ്ങനെയാണ് ഒരു സംഗതി ഇസ്തിഗാസ ഇബാദത്താകുന്നത്, എങ്ങനെയാണ് ശിർക്കാകുന്നത്? റബ്ബിന് മാത്രം പ്രത്യേകമായ, റബ്ബിനോട് മാത്രം പ്രത്യേകമായ ഇസ്തിഗാസയുണ്ട്. എന്നാൽ സമസ്തക്കാർക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. സമസ്തക്കാരിവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് റബ്ബിനോട് നടത്തുന്ന എല്ലാ ഇസ്തിഗാസയും അത് സൃഷ്ടികളോട് നടത്താം, റബ്ബിന് മാത്രമായ ഇസ്തിഗാസ എന്നൊരു വിശ്വാസം എടുത്ത സമസ്തക്കാർക്കില്ല. അസാധാരണമായ മുഅ്ജിസത്ത് കറാമത്തിന്റെ കഴിവുകൾ കൊണ്ട് അമ്പിയ ഔലിയാക്കൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്താൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കഴിവ് കൊണ്ട് അമ്പിയ ഔലിയാക്കളും ചെയ്യും. അതുകൊണ്ടാണ് വിമാനം അത് നിലതെറ്റി കൺട്രോൾ ചെയ്യാൻ പൈലറ്റിന് കഴിയാതിരിക്കുമ്പം CM ഒരുത്തൻ വിളിക്കുന്നതും CM എന്നിട്ട് ഇങ്ങനെ മായാവി പറന്നു വരുന്ന പോലെ, ലുട്ടാപ്പി പറന്നു വരുന്ന പോലെ പറന്നു വന്നിട്ട് എന്ത് ചെയ്യാണ്? ആ വിമാനത്തെ തടുത്തു. മനസ്സിലായില്ലേ? അതേപോലെ ശക്തമായ ബന്ദവസ്തുള്ള ജയിലുകളിൽ തൻ്റെ മുരീദ് പെട്ടുപോയപ്പോൾ ആ ജയിലിന്റെ പിന്നിൽ നിന്ന് എന്താണ് കാറിൽ വന്നിറങ്ങിയിട്ട് അയാളെ ആരും അറിയാതെ അതിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നു. അതേപോലെ മുങ്ങിപ്പോകുന്ന ഒരു കപ്പൽ, ആ കപ്പൽ മുങ്ങിപ്പോകാതെ അതിനെ വന്ന് രക്ഷിക്കുന്നു. വിളിച്ചാൽ എവിടുന്ന് വിളിച്ചാലും രക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നാണ് മായാവി കഥകളിലൂടെ ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റബ്ബ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് കൊടുത്ത കഴിവ് കൊണ്ട് അമ്പിയ ഔലിയാക്കളും ചെയ്യും എന്ന ഒരു പിഴച്ച വിശ്വാസമുണ്ട്. ഒന്നാമതായി ആ വിശ്വാസത്തെ നമ്മൾ തകർക്കുക. അതിനുശേഷം തവസ്സുലിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ വരുമ്പോൾ മുസ്ലിയാക്കന്മാരുടെ സംസാരം ദുർബലമായി പോകും. നമ്മൾ കാണുന്നത് എത്ര വലിയ മൈക്ക് കെട്ടി പ്രസംഗിച്ചാലും ഇവിടെ അവർക്ക് സംസാരിക്കാൻ പതറിപ്പോകുന്നതാണ് കാണുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞു ഫീമാ യഖ്തസ്സു ബില്ലാ, അള്ളാഹുവിന് പ്രത്യേകമായ വിഷയത്തിൽ സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്തൽ നാം വിരോധിക്കുന്നു. അസ്സ വജല്ല, അസീസും ജലാലുമായ അള്ളാഹു, ശക്തനും മഹത്വമുള്ളവനുമായ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ വിഷയത്തിൽ സൃഷ്ടികളോട് ഇസ്തിഗാസ ചെയ്യൽ പാടുള്ളതല്ല. എന്റെ ഉദാഹരണം പറഞ്ഞു. ഏത് വിഷയമാണത്? കറഹ്മ, കാരുണ്യം. റബ്ബേ എനിക്ക് കാരുണ്യം തരണേ എന്ന് വിളിക്കുന്ന പോലെ അബ്ദുൽ ഖാദർ ജീലാനി എനിക്ക് കാരുണ്യം തരണേ എന്ന് പറയാൻ പറ്റൂല. രണ്ട് വൽ മഗ്ഫിറ, പാപമോചനം.
അള്ളാഹുവെ എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറയുന്നത് പോലെ ഇർത്തക്കബത്തു അൽ ഖത്താ മുഹമ്മദ് നബി എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറയാൻ പാടില്ല. കാരണം പാപമോചനം റബ്ബിൽ പ്രത്യേകമായ വിഷയമാണ്. വൽ വൽ ഹയാത്തി, മനസ്സിലായില്ലേ? അള്ളാഹുമ്മ റസുഖ്നി, അള്ളാഹുവെ എനിക്ക് റിസ്ക് തരണേ, എനിക്ക് ജീവിതം നിലനിർത്തി തരണേ, അല്ലെങ്കിൽ ജീവിതം നീട്ടിത്തരണമേ. ജീവിതത്തിനു വേണ്ടി, റിസ്ക്കിനു വേണ്ടി റബ്ബിനോട് മാത്രം ചോദിക്കണം. ഇത് ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് എനിക്ക് 1 കിലോ അരി തരുമോ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഭൗതികമായ ചോദ്യമല്ല. നേരെ മറിച്ച് റബ്ബിനോട് റിസ്ക് ചോദിക്കുന്നത് മറ്റൊന്നാണ്. മനസ്സിലായില്ലേ? അതേ അർത്ഥത്തിൽ റബ്ബ് തരുന്നത് പോലെ തരും, റബ്ബ് കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുമെന്നാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചത് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു. റഹ്മത്ത്, മഗ്ഫിറത്ത്, റിസ്ക്, ഹയാത്ത്, ഇതൊക്കെ റബ്ബിനോട് എന്താണോ ഇത് ചോദിക്കുന്നത് ആ കാര്യം നിങ്ങൾ ഒരിക്കലും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. വനഹവി ദാലിക, അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതായത് ഫലാ യുഖാലു, പറയപ്പെട്ടുകൂടാ, യാ മുഹമ്മദു ഇഗ്ഫിർലി, ഓ മുഹമ്മദേ എൻ്റെ പാപം പൊറുക്കണേ, അവിർഹംനി, മുഹമ്മദേ എന്നോട് കാരുണ്യം ചൊരിയണേ. അത് ഭൗതികമായ അർത്ഥത്തിൽ കരുണ കാണിക്കണം എന്നുള്ളതല്ല, ഇവിടെ ദുആയാണ്. അവിർസുഖ്നി, എനിക്ക് റിസ്ക് തരണേ, ഔ അജിബിനി, എനിക്ക് ഉത്തരം തരണേ, ഔ അഅ്തിനി മാലം വ വലദാം, എനിക്ക് സന്താനവും സമ്പത്തും തരണേ എന്നൊക്കെ പറഞ്ഞാൽ ലി അന്നദാലിക ശിർകുൻ ബി ഇജ്മാഇൻ, ഇത് ഷിർക്കാണ് എന്നുള്ളത് ഇജ്മാ ഉള്ള വിഷയമാണ് എന്നാണ് ഇമാം ജസരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം തൂഫി പറയുന്നത്. ഇത് സലഫികളുടെ വാദമാണെന്ന് അംഗീകരിക്കുന്നു. എന്നിട്ട് ഫ ഉജീബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താഴെ പറയുന്നുണ്ട്. ഇങ്ങനെ സലഫികളുടെ വാദങ്ങൾ ഓരോന്നും എടുത്തിട്ട് മറുപടി പറയാണ്. മറുപടി പറയുമ്പോൾ സലഫികളുടെ ഈ വാദത്തെക്കുറിച്ച് സമസ്തക്കാർക്ക് ഒരിക്കലും തള്ളാൻ കഴിയാത്ത അവരുടെ ഒരുപാട് കുഫ്രൻ വിശ്വാസങ്ങളിലേക്ക് വാതിൽ തുറന്നു കൊടുത്ത കുപ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം തൂഫി. അയാൾ പോലും പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അദ്ദേഹം പറയാണ്, വ അന്നമാ ദക്കർതുമൂഹു, നിങ്ങൾ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അംറുൻ മുജ്മിഉൻ, അത് ഇജ്മാ ഉള്ള വിഷയമാണ്. അലൈഹി, ആ കാര്യത്തിൽ, മഅലൂമുൻ ഇൻദ സഗീരിൽ മുഅ്മിനീന, അത് ഇൻദ സഗീരിൽ മുസ്ലിമീന, മുസ്ലിങ്ങളിലെ ചെറിയവർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അതായത് വലിയ കിബാറാവുകയോ മുസ്ലിയാരാവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ മുസ്ലിമിന് പോലും, ഒരു ചെറിയ മുസ്ലിമിന് പോലും അറിയാവുന്ന ഇജ്മാ ഉള്ള ഒരു വിഷയമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഏത്? റഹ്മത്ത്, മഗ്ഫിറത്ത്, റിസ്ക്, ഹയാത്ത് തുടങ്ങിയ കാര്യങ്ങൾ അത് റബ്ബിന് പ്രത്യേകമായതാണ് എന്നും ആ പ്രത്യേകമായ കാര്യങ്ങൾ റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നും അത് അംബിയാ ഉലിയാനോട് ഒരു കാരണം പറഞ്ഞുകൊണ്ടും ഒരു നിബന്ധന വെച്ചുകൊണ്ടും ചോദിക്കാൻ പാടില്ല എന്നുമുള്ളത് ഇജ്മാ ഉള്ള വിഷയമാണ്. അത് കൊച്ചു മുസ്ലിങ്ങൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അതായത് അന്നൽ മഖ്ലൂഖ അലൽ ഇത്ലാഖി, തീർച്ചയായും ഒരു സൃഷ്ടി അത് നിരുപാധികം ലാ യുത്തലബു മിൻഹു, അതിനോട് ചോദിക്കപ്പെട്ടുകൂടാ, വലാ യുൻസബു ഇലൈഹി, അതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തുകൂടാ, ഫിഅലു, പ്രവർത്തിക്കുമെന്നത്. എന്ത്? മഖ്തസത്തുൽ ഖുദ്റത്തുൽ ഇലാഹിയത്തു ബിഹി, അൽ ഖുദ്റത്തുൽ ഇലാഹിയത്തിൽ പ്രത്യേകമായ ഇലാഹിയായ കഴിവിൽ റബ്ബിന് മാത്രം കഴിയുന്ന, ഇലാഹിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ പ്രത്യേകമാക്കേണ്ട പ്രവർത്തനങ്ങൾ സൃഷ്ടികളിലേക്ക് ഒരു കാരണവശാലും നിരുപാധികം ചേർക്കപ്പെട്ടുകൂടാ എന്ന് അൽ ഇർഷാദാത്തുൽ ഇലാഹിയ ഫിൽ മബാഹിസിൽ ഉസൂലിയ എന്ന കൃതിയിൽ ഇമാം തൂഫി പറഞ്ഞു. അതിൻ്റെ പതിപ്പുകളുടെ വ്യത്യാസം അനുസരിച്ച് പേജുകൾക്ക് വ്യത്യാസവും വോള്യങ്ങൾക്ക് വ്യത്യാസവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഇത് ഇമാം തൂഫി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സലഫികളുടെ ഈ വാദം അത് ശരിയാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അപ്പോൾ അൽ ഖുദ്റത്തുൽ ഇലാഹിയ, ഇലാഹിയത്തായ ഖുദ്റത്തിൽപ്പെട്ട വിശേഷങ്ങളുണ്ട്. അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സൃഷ്ടികളും ചെയ്യുമെന്നത് ദുർവാദമാണ്. മനസ്സിലായില്ലേ? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അമ്പിയാക്കളില്ല. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഔലിയാക്കളില്ല. എന്നാൽ അമ്പിയ ഔലിയാക്കൾക്ക് അളവില്ലാതെ എന്തും യഥേഷ്ടം കൊടുക്കുമെന്നും റബ്ബിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ചെയ്യും എന്ന വിശ്വാസത്തിൽ അമ്പിയ ഔലിയാക്കളോടും ചോദിക്കാമെന്ന് സമസ്തക്ക് വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇവിടെ ക്ലിയർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീ വന്നു ചില മസ്അലകൾ ചോദിക്കുകയുണ്ടായി. അപ്പൊ നബി പിന്നീട് വരാൻ പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, പിന്നെ വരുമ്പോൾ അങ്ങേ കണ്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോയാലോ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നീ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണണം എന്നാണ് പറഞ്ഞത്. എന്നെ കണ്ടിട്ടില്ല, നീ ആരടുത്തേക്ക് ചെല്ലണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണണം. ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പൊ നബി മരിച്ചതിന് ശേഷവും മുസ്ലിംമാർ പറഞ്ഞതനുസരിച്ച് ജീവിച്ചിരിപ്പുള്ളതിനേക്കാളും കഴിവ് കൂടുകയാണല്ലോ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇല്ലെങ്കിൽ, എൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ, മരിക്കണമെന്നില്ല, നബിയുടെ സാന്നിധ്യം തന്നെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നബിയോട് തന്നെ അവർക്ക് ചോദിച്ചുകൂടാ? അല്ലേ? നിങ്ങളിവിടെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നത് ഞങ്ങൾ മഹാന്മാരുടെ ശേഖന്മാരുടെ എന്താണ് ഖബറിങ്കൽ മസ്അല ചോദിക്കാൻ പോലും പോകാറുണ്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയെ മസ്അല ചോദിക്കാൻ, ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചു, ഖബറിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ, എവിടുന്ന് വിളിച്ചാലും കേൾക്കുമല്ലോ, എന്താണ് വിളിച്ചാൽ മതി എന്ന് പറയാതിരുന്നത് എന്ന് നന്നായി ശ്രോതാക്കൾ ചിന്തിക്കണം.
ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മനസ്സിലായില്ലേ? അത്തത് ഇംറഅത്തുൻ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ, ഇംറഅത്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു. ഫഅമറഹാ അൻ തർജിഅ ഇലൈഹി, അങ്ങനെ നബി അവരോട് മറ്റൊരിക്കൽ തിരിച്ചു വരാൻ വേണ്ടി കൽപ്പിച്ചു. ആ സ്ത്രീയോട്, ഇപ്പൊ വരണ്ട, പിന്നെ പോയിട്ട് വാ. കാലത്ത് ആ സ്ത്രീ ചോദിച്ചു, അറഅയ്ത ഇൻ ജിഅ്തു വലം അജിദ്ക, ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ലെങ്കിലോ? അതായത് കഅന്നഹാ തഖൂലു അൽ മൗത്ത്, ഹദീസിൽ തന്നെയുണ്ട് മരണം എന്നവർ പറയുന്നത് പോലെ അങ്ങ് മരണപ്പെട്ടു പോവുകയാണെങ്കിലോ, ജീവിച്ചിരിപ്പില്ലെങ്കിലോ ഈ പ്രശ്നവുമായി ഞാൻ ആരടുത്തേക്ക് വരും? ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം തജിദീനി ഫഅതി അബാബക്രിൻ, എന്നെ നീ കാണുന്നില്ലെങ്കിൽ നീ അബൂബക്കറിന്റെ അടുത്തേക്ക് ചെന്നുകൊള്ളുക. കണ്ടോ എത്ര ക്ലിയർ ആണ് വിഷയം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ലെങ്കിൽ പിന്നെ നബിയോടല്ല ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയാൽ പിന്നെ നബിയോടല്ല ചോദിക്കേണ്ടത്. കണ്ടോ, ക്ലിയർ ആയിട്ട് ഈ വിഷയം പഠിപ്പിച്ചു. അപ്പം അവരുടെ പ്രയോഗ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ, മരണപ്പെട്ടതിന് ശേഷവും നബി ഉത്തരം ചെയ്യും എന്ന് കരുതി പ്രതീക്ഷിച്ചു പോകുന്ന ഒരു സമ്പ്രദായമില്ല, അങ്ങനെ ഒരു കൽപ്പനയില്ല, തിരിച്ചാനുള്ളതും. അതിന്റെ തെളിവാണ് ഞാൻ മുത്തഫഖുൻ അലൈഹി ഹദീസ് എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. എന്ന് നിങ്ങൾ നോക്കൂ, ഇമാം ഇബ്നു ജരീർ അത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിങ്ങൾക്ക് കാണാം, ഫഇന്നഹു യഖൂൽ, ഇങ്ങനെയാണ് പറയുന്നത്, ഫഇൻ തജിദു ഇലാ ഇൽമി ദാലിക ഫീ കിതാബില്ലാഹി സബീല, അള്ളാഹുവിന്റെ കിതാബിൽ ഒരു ഇൽമ് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഫർതാദു മഅരിഫത ദാലിക അയ്ളം മിൻ ഇന്ദി റസൂൽ, റസൂലിൽ നിന്ന് അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അത് അപ്പം നമുക്ക് പിന്നെ ഖുർആനിൽ ഒരു ഫത്വ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നബിയുടെ അടുത്തേക്ക് പോകണം. ഇൻ കാന ഹയ്യൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. കണ്ടോ, ഇവിടെ ഇബ്നു ജരീർ തബരി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ, ഇൻ കാന ഹയ്യൻ, ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പേജ്. ഇൻ കാന ഹയ്യൻ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നബിയുടെ അടുത്തേക്ക് പോകണം. ജീവിച്ചിരിപ്പില്ലെങ്കിലോ? വൈങ്കാന മയ്യിത്തം ഫമിൻ സുന്നത്തിഹി, നബി ജീവിച്ചിരിപ്പില്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ സുന്നത്തിൽ നിന്ന് ആ വിഷയം മനസ്സിലാക്കണം, അല്ലാതെ ഖബറിന്റെ അടുത്തേക്ക് പോകണം എന്നല്ല. ഇത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഇതാണ് വിഷയം, വളരെ ക്ലിയർ ആണ്. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് തൽക്കാലം ഞാൻ ഈ ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, ഇവിടെ മുസ്ലിയാക്കന്മാരുണ്ടാക്കുന്ന വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. അതായത് മരണപ്പെട്ടു കഴിഞ്ഞാൽ കഴിവാണ്ട് കൂടും. കണ്ടല്ലേ, മുൻകർ നക്കീർ വന്ന ഉത്തരം പറയുന്നില്ലേ? അതൊക്കെ ഫത്തു റൂഹു എന്ന, റൂഹ് തിരിച്ചു കൊടുക്കപ്പെടും. അപ്പൊ റൂഹ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആലമുൽ ബർസഖിൽ പ്രവർത്തനങ്ങളോ വ്യവഹാരങ്ങളോ ഇല്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ദുനിയാവുമായി അങ്ങോട്ട് ബന്ധമില്ല, ദുനിയാവിലുള്ളവർ സഹായം ചോദിച്ചാൽ സഹായം കൊടുക്കാൻ കഴിയില്ല. കാരണം ബർസഖ് എന്ന പേര് തന്നെ, ദുനിയാവുമായി മറയില്ലെങ്കിൽ ഇവിടുന്ന് യഥേഷ്ടം കാര്യങ്ങൾ അവിടെ അറിയാനും അവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ വ്യവഹാരം നടത്താനും അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ബർസഖ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയേണ്ട. വമിൻ വറാഇഹി ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ മരണത്തിനു പിറകെ ബർസഖുണ്ട് എന്ന് പറഞ്ഞാൽ, ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുസ്ലിയാക്കന്മാർ പറയണ മറ എന്നാണ്, ദുനിയാവുമായി വ്യക്തമായ മറയാണ്. അത് പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, അതായത് ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും. എല്ലാവരും മയ്യത്തിനെ വിട്ടുപോകും. മുസ്ലിയാക്കന്മാർ പറഞ്ഞാൽ ഒന്നും മുറിഞ്ഞു പോകുന്നില്ല. സത്യവിശ്വാസികളാണെങ്കിൽ ഒട്ടും മുറിയില്ല, ഔലിയാക്കളാണെങ്കിൽ സംശയിക്കാനേ ഇല്ല, മുറിയുന്ന പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ് സംസാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്നാൽ ആ ഒരു ഹദീസ് ഉണ്ടല്ലോ, അതായത് കൃത്യമായി മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും എന്ന് പറയുന്ന, എല്ലാം ദുനിയാവ് മുഴുവൻ മരണപ്പെട്ടവരുമായി മുറിഞ്ഞു പോകും. അപ്പൊ ആ 3 കാര്യങ്ങൾ മാത്രമേ മരണപ്പെട്ടവരിൽ നിന്ന് മുറിയാത്തതായിട്ടുള്ളൂ. അതിൽ ഇസ്തിഗാസക്ക് ഉത്തരം നൽകലില്ല. ശരിക്കും നോക്കിക്കോ എന്തൊക്കെയാ. ഒന്ന്, ആ ഹദീസ് എടുത്തുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ് ശർഹ് മുസ്ലിമിൽ, വഫീഹി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, ലിസിഹത്തി അസ്ലിൽ വഖഫി, വഖഫാണ് അടിസ്ഥാനം എന്നത് സ്വഹീഹാണ് എന്നതിലേക്ക് തെളിവുണ്ട്. എന്നാ പറഞ്ഞിടത്ത് നിൽക്കണം, നമ്മൾ കൂട്ടി പറയാൻ പാടില്ല. വ അലീമി സവാബിഹി, അതേപോലെ പ്രതിഫലം വലുതാണ് എന്നും, വ ബയാനു ഫളീലത്തിൽ ഇൽമി, ഇൽമിന്റെ ശ്രേഷ്ഠതയുടെ വിവരണം, അതൊക്കെ ഈ ഹദീസിലുണ്ട്. മനസ്സിലായില്ലേ? വൽ ഹസ്സു, ഇതിൽ പ്രേരണയുണ്ട്, അലൽ ഇസ്തിക്സാരി മിൻഹു, അത് വർദ്ധിപ്പിക്കാൻ, ഇൽമു വർദ്ധിപ്പിക്കാനുള്ള പ്രേരണയുണ്ട്. വത്തർഗീബു ഫീ തൗരീസിഹി, ഇൽമിനെ അനന്തരമെടുക്കാനുള്ള പ്രേരണ നൽകലുണ്ട്, അതിന് ആഗ്രഹം ജനിപ്പിക്കലുണ്ട്. അതെങ്ങനെയാണ് ഇൽമിനെ അനന്തരമെടുക്കേണ്ടത്? ബിത്തഅലീമി വത്തസ്നീഫി, പഠിപ്പിച്ചുകൊണ്ടും ഇൽമിനെ അനന്തരം നൽകാനുള്ള പ്രേരണയുണ്ട്.
കാരണം ഇൽമാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ധാരാളം ഇൽമ് നമ്മളെ മുത്താലിമുകൾക്ക് കൊടുക്കണം. അങ്ങനെ ഇൽമ് പകർന്നു കൊടുത്താൽ അത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടും. ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലുള്ള ഇൽമുകളുണ്ടല്ലോ. നമ്മൾ മരണപ്പെട്ടു പോയാലും ഈ ഇൽമ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ അതിനെല്ലാം അനുസൃതമായ ഒരു പ്രതിഫലം ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൽമിനെ അനന്തരം നൽകുന്നതിനുള്ള പ്രേരണ, മറ്റുള്ളവർക്ക് അനന്തരമായി കൊടുക്കാനുള്ള പ്രേരണ, വത്തർഗീബു ഫീ തൗരീസിഹി, എങ്ങനെ ബിത്തഅലീമി, ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും, വത്തസ്നീഫി, രചനകൾ നിർവഹിച്ചുകൊണ്ട്, കിതാബുകൾ എഴുതിയിട്ടും ആളുകൾക്ക് ഇൽമ പകർന്നു കൊടുക്കണം. വൽ ഇലാഹി, ദീന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ടും. വഅന്നഹു യംബഗി അൻ യഖ്താറ മിനൽ ഉലൂമി അൽ അൻഫ, ഏറ്റവും പ്രയോജനമുള്ള അറിവ് തിരഞ്ഞെടുക്കൽ നിർബന്ധമാണ്. ഇൽമു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇൽമല്ല, പ്രയോജനമുള്ള ഇൽമു. ഫൽ അൻഫ, പിന്നെ ഏറ്റവും പ്രയോജനമുള്ളത്. ആദ്യം പഠിക്കേണ്ടത് ഏറ്റവും പ്രയോജനമുള്ള ഇൽമ തൗഹീദാണ്, അതേപോലെ സുന്നത്താണ്, ആഖിറത്തിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങളാണ്. അങ്ങനെ അതിന്റെ ആ മുൻഗണന അനുസരിച്ച് ഏറ്റവും പ്രയോജനമുള്ളത് അങ്ങനെ ഇൽമിനെ തെരഞ്ഞെടുക്കണം. വഫീഹി, ഹദീസിലുണ്ട്, അന്ന ദുആ യസ്ലു സവാബുഹു ഇലൽ മയ്യിത്തി, ഒരു മയ്യത്തിന് വേണ്ടി മറ്റൊരാൾ ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ മയ്യത്തിലേക്ക് എത്തും. വകദാലിക സ്വദഖ, അതേപോലെ സ്വദഖ, മയ്യത്തിന് വേണ്ടി മയ്യത്തിന്റെ ഉറ്റവർ സ്വദഖ നൽകിയാൽ അത് മയ്യത്തിലേക്ക് എത്തും. വഹുമാ മുജ്മഉൻ അലൈഹിമാ, ഈ രണ്ട് കാര്യങ്ങളും ഇജ്മാ ഉള്ള വിഷയമാണ്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ അത് മയ്യത്തിന് കിട്ടും, മയ്യത്തിന് വേണ്ടി സ്വദഖ ചെയ്താൽ അത് മയ്യത്തിന് കിട്ടും എന്നുള്ളത് ഇജ്മാ ഉള്ള വിഷയമാണ്. വകദാലിക ഖളാഉദ്ദൈനി കമാ സബഖ, മേൽ പറഞ്ഞതുപോലെ കടം വീട്ടൽ, മയ്യത്തിന് കടമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആ കടം വീട്ടിയാൽ മയ്യത്ത് ആ കടത്തിൽ നിന്ന് ഒഴിവാകും എന്നതും സ്ഥിരപ്പെട്ടതാണ്. വഅമ്മൽ ഹജ്ജു, അതേപോലെ ഹജ്ജ്, മയ്യത്തിന് ഹജ്ജ് ബാധ്യതയുണ്ട്, അയാൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അനന്തരാവകാശികൾ ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജിന്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടും. ഫയജ്സി അനിൽ മയ്യിത്തി, മയ്യത്തിന് അതിന്റെ പ്രതിഫലം കിട്ടും. ഇന്ദ ഷാഫി, ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ച് ഇമാം ഷാഫിയുടെ അരികിൽ അങ്ങനെയാണ്. വമുവാഫിഖീഹി, ഇമാം ഷാഫിയോട് യോജിക്കുന്നവരുടെയും വീക്ഷണം അതാണ്. വഹാദാ ദാഖിലുൻ ഫീ ഖളാഇദ്ദൈനി, ഇത് കടം വീട്ടുന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഇൻകാന ഹജ്ജൻ വാജിബൻ, വാജിബായ ഹജ്ജാണെങ്കിൽ, വൈൻകാന തത്തവ്വൻ, തത്തവ്വു ആണെങ്കിലോ, വസ്വാബിഹി, അദ്ദേഹം വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പൊ ഹജ്ജ് കടമുണ്ടെങ്കിലോ, ഇനി ഹജ്ജ് സുന്നത്തായ ഹജ്ജ് നിർവഹിക്കണമെന്ന് അനന്തരാവകാശികൾക്ക് വസിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലോ മാത്രമാണ് ഹജ്ജ് അവരുടെ പേരിൽ ബാധ്യതയാകുന്നത്. ഇതാണ് ഇമാം ഷാഫിയുടെ വീക്ഷണം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമ്മ, എന്നാൽ ഇദാ മാത അലൈഹി സിയാം, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് നോമ്പുണ്ട്. ഫസ്വഹീഹു അന്നൽ വലിയ, എന്നാൽ അയാളുടെ ബന്ധുവിന് യസൂമു അൻഹു, അയാൾ നോമ്പ്, ഇയാൾക്ക് വേണ്ടി, മരണപ്പെട്ടയാൾക്ക് വേണ്ടി നോമ്പെടുക്കൽ സ്വഹീഹാണ്. വസബഖത്തിൽ മസ്അലതു ഫീ കിതാബി സിയാം, ഇത് നേരത്തെ സിയാമിന്റെ ബാബിൽ കിതാബിൽ നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. വഅമ്മാ ഖിറാഅത്തുൽ ഖുർആനി, പഠിച്ചു വെച്ച മുസ്ലിയാരെ, എന്നാൽ ഖുർആൻ ഓതൽ, വജഅലു സവാബിഹാ ലിൽ മയ്യിത്തി, അതിന്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി നിശ്ചയിക്കൽ, വസ്സലാത്തു അൻഹു, മയ്യത്തിന് കൂലി കിട്ടണം എന്നുള്ള നിലക്ക് നിസ്കരിക്കൽ, വനഹവുഹുമാ, അതുപോലെ മറ്റ് ഇബാദത്തുകൾ ചെയ്യൽ. ഫമദ്ഹബു ശാഫിഈ വൽ ജുംഹൂരി, ഇമാം ഷാഫിയുടെ മദ്ഹബ് അനുസരിച്ചും ജുംഹൂർ ഭൂരിപക്ഷത്തിന്റെ മദ്ഹബ് അനുസരിച്ചും, അന്നഹാ ലാ തൽഹഖുൽ മയ്യിത, അത് മയ്യത്തിന് എത്തുകയില്ല. വഫിഹാ ഖിലാഫ്, എന്നാൽ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മയ്യത്തിന് എത്തുമെന്ന് പറഞ്ഞ ചിലരുണ്ടെങ്കിലും മയ്യത്തിന് എത്തുകയില്ല എന്നതാണ് ഇമാം ഷാഫിഈയുടെ വീക്ഷണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞ 3 കാര്യങ്ങളല്ലാത്തതൊക്കെ മരണത്തോടെ മുറിഞ്ഞു പോകും. ഇതിലും ഇസ്തിഗാസ എവിടെ, ഉത്തരം ചെയ്യൽ എവിടെ? ക്ലിയർ ആണ്. മരിച്ചു കഴിഞ്ഞാൽ എത്ര മഹാനാണെങ്കിലും വലിയാണെങ്കിലും നബിയാണെങ്കിലും അതോടുകൂടി, മരണത്തോടുകൂടി എല്ലാം മുറിഞ്ഞുപോയി എന്ന് വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചത്. മനസ്സിലായി? മരിച്ചു കഴിഞ്ഞാൽ വഖഫാണ് വിഷയം. അദ്ദേഹം പറഞ്ഞു മൗഖൂഫാണ് വിഷയം. അസ്ലിൽ വഖഫീന, ഈ ലിസ്ഹത്തി അസ്ലിൽ വഖഫീന എന്ന് പറഞ്ഞാൽ ആ വിഷയം പറഞ്ഞേടത്ത് നിൽക്കണം. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാം, മരിച്ചവർക്ക് കടമുണ്ടെങ്കിൽ വീട്ടാം, അതേപോലെ മരിച്ചവരുടെ പേരിൽ സ്വതക്ക കൊടുക്കാം, മരിച്ചവരുടെ ഹജ്ജോ നോമ്പോ നമുക്ക് അതിന്റെ ആ ഷർത്ത് അനുസരിച്ച് വീടാം എന്നതല്ലാതെ മറ്റ് ദിക്റുകളോ, നിസ്കാരമോ, സുന്നത്ത് നിസ്കാരമോ, മറ്റ് ഇബാദത്തുകളോ, അങ്ങനെയുള്ള നമ്മുടെ മറ്റ് ഏതെങ്കിലും ഇബാദത്തുകളോ, ഇതൊന്നും മരണപ്പെട്ടവരിലേക്ക് എത്തുമെന്നത് സ്ഥിരപ്പെട്ടതല്ല. ഹദീസുകൾ വന്നേടത്ത് നിൽക്കണം എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഫിഖ്ഹിയായ ഒരു മസ്അലയാണ്. ഇവിടെ ഇസ്തിഗാസക്ക് യാതൊരു പഴുതുമില്ല എന്ന് ക്ലിയർ ആണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.